സുറിയാനി സഭകൾ സുവിശേഷ സാക്ഷ്യത്തിന്റെ സഹകാരികളാണെന്ന് സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഒരൊറ്റ കൂട്ടായ്മയായിരുന്ന മാർത്തോമ നസ്രാണി സഭ ചരിത്രത്തിന്റെ ദുർഘട സന്ധികളിൽപ്പെട്ട് 1653 മുതൽ പല സഭകളായി മാറിയെങ്കിലും ഐക്യത്തിലും സ്നേഹത്തിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ സഭകൾക്ക് കടമയുണ്ട്. ഇത് സുറിയാനി സഭകളെയെല്ലാം സുവിശേഷ സാക്ഷ്യത്തിന്റെ സഹകാരികളായി മാറ്റുന്നുവെന്നും മാർ തട്ടിൽ പറഞ്ഞു. മാർത്തോമ സ്ലീഹായുടെ രക്തസാക്ഷിത്വ അനുസ്മരണമായ ദുക്രാന തിരുനാളിനോട് അനുബന്ധിച്ച് സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെയും ചങ്ങനാശ്ശേരി അതിരൂപത എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിൽ മാർത്തോമൻ പൈതൃക സഭകളുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ തട്ടിൽ. തോമസ് സ്ലീഹായുടെ തിരുനാളിനോടനുബന്ധിച്ച് ഈ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ ഒരു കുടുംബമാണെന്നും നമ്മൾ ഒരു സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഘടകകക്ഷികളാണെന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഒരുപാട് ആവേശം എനിക്ക് പകരുന്നുണ്ട്. മാർത്തോമ സുറിയാനി സഭയുടെ തലവൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ വളരെയേറെ പഴക്കമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നത് മാർത്തോമ നസ്രാണികൾക്ക് വളരെ അഭിമാനകരമാണെന്ന് തിയഡോഷ്യസ് മെത്രാപ്പോലിത്ത അഭിപ്രായപ്പെട്ടു. ചിന്താഗതിയിൽ നിന്നും ഒരു സംസ്കാരത്തിൽ നിന്നും കൂടുതലായി റീച്ച് ഔട്ട് ചെയ്യുന്നതിനായി, പുറത്തേക്ക് പോകുന്നതിനായി, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിനായി നമ്മളുടെയൊക്കെ കരങ്ങൾ നീട്ടപ്പെടേണ്ടതും നമ്മുടെ കാലുകളൊക്കെ ഓടേണ്ടതും ആവശ്യമാണ് എന്നത് നാം ഇപ്പോൾ ഓർത്തതായിട്ടുള്ള അവസരം കൂടിയാകുന്നല്ലോ. സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തയുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആമുഖ പ്രഭാഷണം നടത്തി. നൂറുകണക്കിന് ആശ്രമങ്ങളാലും ആയിരക്കണക്കിന് സന്യാസികളാലും സമ്പന്നമായിരുന്നു ഏഷ്യയിലാകമാനം വ്യാപിച്ചു കിടന്ന സുറിയാനി സഭകൾ. എന്നാൽ കാലക്രമത്തിൽ അവയിൽ വലിയൊരു പങ്കും നശിപ്പിക്കപ്പെട്ടുവെന്നും നിലവിലുള്ളവയെങ്കിലും സംരക്ഷിക്കപ്പെടണമെന്നും അതിനായി സഭകളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും മാർ പെരുന്തോട്ടം വിലയിരുത്തി. ധാരാളം മിഡിൽ ഈസ്റ്റിൽ മറ്റും നൂറുകണക്കിന് മൊണസ്ട്രികൾ ഉണ്ടായിരുന്നു, ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആശ്രമങ്ങൾ നയിച്ചവരുണ്ടായിരുന്നു. പിൽക്കാലത്ത് എല്ലാം നശിപ്പിക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, തീ വയ്ക്കപ്പെട്ടു. നൂറുകണക്കിന് ആശ്രമങ്ങൾ, ആയിരക്കണക്കിന് സന്യാസി ആശ്രമക്കാർ, അന്നത്തെ പ്രധാനപ്പെട്ടവരുടെ കോൺട്രിബ്യൂഷൻ എന്ന ബൈബിളും മറ്റ് പ്രിന്റിംഗ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ബൈബിൾ പകർത്തി എഴുതുക, മറ്റ് വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുക, അതൊക്കെ വലിയ സംഭാവനകളായിരുന്നു. പക്ഷേ അവയിൽ മിക്കതും നശിപ്പിക്കപ്പെട്ടു, തീ വയ്ക്കപ്പെട്ടു. അതൊരു കാലഘട്ടം. KCBC എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് സാമുവേൽ മാർ ഐറേനിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കും. ആ വിശുദ്ധീകരണം നമ്മുടെ സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. മാർത്തോമൻ പൈതൃകത്തിന്റെ പ്രസക്തിയും സഭകൾ ആഗോളവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അവയുടെ കൈമാറ്റവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തുടർന്ന് നടന്ന പൊതുചർച്ചയിൽ CBCI എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മോഡറേറ്റർ ആയിരുന്നു. യാക്കോബായ സഭാ പ്രതിനിധി മാത്യൂസ് മോർ അന്തിമോസ് ചർച്ചയുടെ പ്രാരംഭമായി സംസാരിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട്, കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ ജോസ് പുളിക്കൽ, മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യുഹാനോൻ മാർ തെയഡോഷ്യസ്, മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ്, ക്നാനായ മലങ്കര കത്തോലിക്ക വിഭാഗം മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം, ചിങ്ങവനം ക്നാനായ സഭയിൽ നിന്നും ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. സീറോ മലബാർ, സീറോ മലങ്കര, യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, അസീറിയൻ, CSI എന്നീ സഭകളിൽ നിന്നും വൈദിക അൽമായ പ്രതിനിധികൾ, ദൈവശാസ്ത്ര പണ്ഡിതർ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. കോട്ടയം MD സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ VS വർഗീസ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. കുരവിലങ്ങാട് ദേവമാതാ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ TT മൈക്കിൾ ജൂലൈ 3 സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. ലൂർദ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫിലിപ്പ് നെൽപ്പുരപ്പറമ്പിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി.
ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറർ ഡോക്ടർ വർഗീസ് താനമാവുങ്കൽ, പ്രൊക്യൂറേറ്റർ ഫാദർ ചെറിയാൻ കാരിക്കൊമ്പിൽ, സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി റവറർ ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ, അതിരൂപത എക്യുമെനിസം ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, അസിസ്റ്റന്റ് പ്രൊക്യൂറേറ്റർ ഫാദർ ജോജോ പുതുവേലിൽ, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഫാദർ ടോണി കരിക്കണ്ടം, കമ്മിറ്റി അംഗങ്ങളായ സെബാസ്റ്റ്യൻ പത്തിൽ, ബേബി വട്ടക്കര, ടോം ജോസഫ് അറയ്ക്കാപ്പറമ്പിൽ, ബിനു വെളിയനാടൻ, ടെസി വർഗീസ്, സൂസൻ കുര്യാക്കോസ്, കോട്ടയം ലൂർദ് ഇടവക പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.